നല്ല ഭാഗം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചില ചെറിയ മനുഷ്യര് വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരും. എൻ്റെ ജീവിതത്തിന്റെ പൗരോഹിത്യത്തില് ഏകദേശം 10-30 വർഷം പൗരോഹിത്യത്തില് ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ചില സത്യങ്ങൾ ചിലരൊക്കെ പഠിപ്പിച്ചു. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി. അവിടെ ഒരു അപ്പച്ചൻ, ക്രിസ്ത്യാനിയുള്ള അപ്പച്ചൻ കിടക്കുന്നുണ്ട്. 2 വർഷത്തോളമായി അദ്ദേഹം അവിടെ കിടക്കുന്നു. അവരുടെ വീട്ടിലെ ഒരു സുഹൃത്ത്, അവരറിയാവുന്ന വ്യക്തി അവിടെ വന്നു. ഇദ്ദേഹത്തെ കാണാനായിട്ട് വന്നതാ. ഏകദേശം മരിക്കാറുള്ള ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ സഹോദരൻ എൻ്റെ അടുത്ത് വന്നു, വച്ചാ ഇങ്ങനെ എൻ്റെ റിലേഷൻ തന്നെയായിട്ടുള്ള ഒരു ചേട്ടൻ ഇവിടെ കിടക്കുന്നുണ്ട്, ഞാൻ കാണാൻ വന്നതാണ്. പക്ഷെ ആ ചേട്ടനൊന്ന് രോഗിലേപനം കൊടുക്കുമെന്ന് ആ ചേട്ടൻ തന്നെ ചോദിച്ചു. അച്ഛാ, ഒന്ന് കുമ്പസാരിപ്പിച്ച് കുർബാനയ്ക്ക് കൊടുക്കണം, രോഗിലേപനമൊക്കെ ഒന്ന് കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ, ചേട്ടാ കുഴപ്പമില്ല, അച്ഛൻ്റെ ഇടവകയല്ല കേട്ടോ, ഇത് വേറെ സ്ഥലത്തു നിന്നുള്ള ആളാണ്, അത് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്ന ആൾക്ക് ഇപ്രകാരം രോഗിലേപനം ഇത് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഹൗസിലേക്ക് പോയി. ഞാൻ കുമ്പസാരിപ്പിച്ചു. അതിനുശേഷം ഞാൻ രോഗിലേപനം കൊടുക്കാനായിട്ട് മുന്നോട്ട് പോയി. ഞാൻ രോഗിലേപനം കൊടുത്തു. സാധാരണഗതിയിൽ നമ്മൾ രോഗിലേപനം കൊടുക്കുന്നു, ലേപനം ചെയ്യുന്നു, നെറ്റിത്തടത്തിൽ ലേപനം ചെയ്യും, അതുപോലെ തന്നെ അധരങ്ങളിൽ ലേപനം ചെയ്യും. വാക്കുകൊണ്ടോ അധരം കൊണ്ടോ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് പൊറുക്കട്ടെ എന്ന് പറഞ്ഞു. ചെവിയിൽ അതുപോലെ എന്തെങ്കിലും മോശമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ രണ്ട് കൈകളിലും കാലുകളിലും അപ്രകാരം ലേപനം ചെയ്യും. പാപം മോചിക്കുന്നതാണ്. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ, കണ്ണുകൾ കൊണ്ടോ കാതുകൾ കൊണ്ടോ കാലുകൾ കൊണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്രകാരം ലേപനം ചെയ്തു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത പ്രാർത്ഥനയ്ക്ക് ഞാനിങ്ങനെ പറയാൻ വന്നപ്പോഴേക്കും ഈ ചേട്ടൻ അല്പം ബോധമുണ്ട്, എന്നാലും ഇങ്ങനെ വലിഞ്ഞ് നിൽക്കണ വലിവുണ്ട്, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ കഴിയാൻ. അച്ഛാ, എന്താ അച്ഛൻ നെഞ്ചില് ലേപനം ചെയ്യാത്ത? നമ്മൾ പഠിച്ചിട്ടില്ലേ, ഹൃദയത്തിലാണ് പാപം വരുന്നത് എന്നൊക്കെ പഠിച്ചിട്ടില്ല. അച്ഛൻ എന്താ എൻ്റെ നെഞ്ചിലെന്താ, ഹൃദയത്തിന്റെ അവിടെ എന്താ ലേപനം ചെയ്യാത്തത്? ഹൃദയം കൊണ്ടല്ലേ പാപം ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം കൂദാശ കർമ്മങ്ങളിലൊക്കെ കയ്യിലും കാലിലും നെറ്റിയിലും അധരങ്ങളിലും ഒക്കെയാണ് ലേപനം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ ആ അറിവിനെ, ഇദ്ദേഹം പറഞ്ഞ ഒരു സത്യമാണ്, അത് ശരിയാണെന്ന് എനിക്കും തോന്നി. ഞാൻ ഉടനെ തന്നെ ആ നെഞ്ചിലും ലേപനം ചെയ്യുകയാണ്. ആ സഹോദരന്റെ നിന്റെ പാവങ്ങൾ വഴി ഹൃദയത്തിലുള്ള പാവം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലേപനം ചെയ്തു. എന്നെ പഠിപ്പിച്ചൊരു സത്യമുണ്ട്. ഈ മനുഷ്യൻ ഒരു സത്യമല്ല പഠിപ്പിച്ചത്. ഞാൻ 30 വർഷമായിട്ട് ഇങ്ങനെ എത്രയോ വ്യക്തികൾക്ക് രോഗിലേപനം കൊടുത്തിരിക്കുന്നു, പക്ഷെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ ഈ മനുഷ്യൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇതാണ് ചെറിയവരിലും സത്യമുണ്ട്. ഇപ്പൊ തുടങ്ങി ഞാൻ രോഗിലേപനത്തിന് പോകുമ്പോൾ നെഞ്ചിലും കുരിശു വരച്ച് പാപങ്ങൾ ക്ഷമിക്കാനായിട്ടുള്ള പ്രാർത്ഥന ചെല്ലാണ്. പ്രിയപ്പെട്ടവരെ, വലിയവരെന്നൊന്നില്ല, ചെറിയവരെന്നൊന്നില്ല. ചില സത്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ നിന്നാണ് പാപം വരുന്നത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഒരു സത്യം ഈ മനുഷ്യൻ എന്നെ കൃത്യമായിട്ട് പഠിപ്പിച്ചു. ദൈവം ആ മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു തുറവിയാണ്. എനിക്കൊരു ഉൾക്കാഴ്ച കിട്ടി. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരിൽ നിന്നും പഠിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കാം. നന്ദി.